ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISLന്റെ കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളും നമുക്ക് ലഭിച്ചിട്ടില്ല. അതായത് ഇത്തവണത്തെ ISL നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ കാര്യമായ നീക്കങ്ങളോ മാറ്റങ്ങളോ ഒന്നും നടക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഒരുപാട് കാലമായി പുറത്തേക്ക് വന്നിട്ട്, കാരണം ചില താരങ്ങൾ പുറത്തു പോയി. കേവലം 2 താരങ്ങളെ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷം നീക്കങ്ങൾ ഒന്നും തന്നെ ക്ലബ്ബ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ മാർക്കസ് മർഗുലാവയോട് ചോദിച്ചിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്ഫർ നീക്കങ്ങൾ ക്ലബ്ബ് നടത്തുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. അതിനുള്ള മറുപടി മാർക്കസ് മർഗുലാവോ നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ വരെ അദ്ദേഹം അക്കാര്യം ചെക്ക് ചെയ്തിരുന്നു. എല്ലാവരും ഈ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ മാറാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ISLന്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിക്കാതെ സൈനിങ്ങുകൾ ഒന്നും നടത്തില്ല എന്നാണ് മാർക്കസ് മർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ISL നടക്കും എന്ന കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചാൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് നടത്തുക. അതുവരെ ക്ലബ്ബ് കാഴ്ചക്കാരായിക്കൊണ്ട് നിലകൊള്ളും എന്നാണ് മാർക്കസ് മർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ നീക്കങ്ങൾ ഒന്നും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നില്ല. ഉടൻ തന്നെ സൈനിങ്ങുകൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ISLന്റെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ വന്നാൽ മാത്രമാണ് ക്ലബ്ബ് മുന്നോട്ട് പോവുക. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായക സൈനിങ്ങുകൾ നടത്തേണ്ടതുണ്ട്. കാരണം 3 വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. പകരം 3 വിദേശ താരങ്ങളെ ക്ലബ്ബിന് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.